ചേരുന്നത്. ആദ്യം ഡോക്ടർ ഡി ധനുരാജ്, ഇന്ന് പാർലമെന്റിൽ സ്വാഭാവികമായിട്ടും കോൺഗ്രസിനെതിരെയുള്ള വിമർശനം പ്രധാനമന്ത്രി നരേന്ദ്രമോദിയിൽ നിന്ന് പ്രതീക്ഷിച്ചതാണ്. അത് വലിയ പരിഹാസങ്ങളിലേക്ക് വഴിമാറി, അതും പ്രതീക്ഷിച്ചത് തന്നെയാണ്. അതോടൊപ്പം തന്നെ ഈ എങ്ങനെയാണ് ഇനി കോൺഗ്രസ് അറിയപ്പെടുന്നത് എന്ന കാര്യത്തിൽ അദ്ദേഹത്തിന് ചില നിരീക്ഷണങ്ങൾ, അതുപോലെ തന്നെ രാഹുലിന് നേരെയുള്ള പരിഹാസങ്ങൾ, ഇതൊക്കെ കണ്ടു. പക്ഷേ ഈ ഏത് വിഷയമാണോ കഴിഞ്ഞ ദിവസം രാഹുൽ ഗാന്ധി ഉന്നയിച്ചത്, ജനകീയ വിഷയം, അതിലേക്ക് വരുവാനായിട്ട് പ്രധാനമന്ത്രി തയ്യാറായി എന്ന് താങ്കൾക്ക് തോന്നുന്നുണ്ടോ? പതിവ് പ്രസംഗത്തിനപ്പുറം എന്തെങ്കിലും പ്രധാനമന്ത്രി ഇപ്പോൾ ഇന്ന് ഏതാണ്ട് 4:30 തുടങ്ങി 6:30 അവസാനിപ്പിക്കുകയായിരുന്നു. 2 മണിക്കൂറോളം സമയമെടുത്തു ഈ മറുപടി പ്രസംഗത്തിൽ. എന്തെങ്കിലും അത്തരത്തിൽ പുതിയ കാര്യങ്ങൾ ഉണ്ടായിട്ടുണ്ടോ ഈ പ്രസംഗത്തിൽ? നമ്മൾ 2014 തൊട്ട് മോഡിയുടെ പ്രസംഗം പാർലമെന്റിൽ കേൾക്കുകയും കാണുകയും ചെയ്യുന്നവരാണല്ലോ. അതിൽ നിന്ന് തികച്ചും വ്യത്യസ്തമായ എന്തെങ്കിലും പുതുതായിട്ട് എന്തെങ്കിലും ഒന്ന് ഇന്നത്തെ മറുപടി പ്രസംഗത്തിൽ നമ്മൾ പ്രതീക്ഷിച്ചിട്ടുണ്ടായിരുന്നു എന്ന് ചോദിച്ചാൽ ഞാൻ ഒരിക്കലും പ്രതീക്ഷിച്ചിട്ടില്ല. കാരണം മോഡിയുടേതായ ശൈലിയുണ്ട്, മോഡിയുടേതായ പ്രതികരണ രീതികളുണ്ട്. മോഡി ലോക്സഭയിലും അല്ലെങ്കിൽ പാർലമെന്റിൽ ഇതേപോലുള്ള നോൺ കോൺഫിഡൻസ് മോഷൻസിലും അല്ലെങ്കിൽ പ്രസിഡന്റിന്റെ സ്പീച്ചിന് ശേഷം നടക്കുന്ന ഇതേപോലുള്ള പ്രതികരണത്തിലെല്ലാം മോഡി കണ്ടിന്യൂ ചെയ്യുന്ന അതേ രീതി തന്നെയാണ് ഇന്നും അദ്ദേഹം ആവർത്തിച്ച് പോരുന്നത്. ഒരുപക്ഷെ കുറച്ചുകൂടി കടന്നാക്രമിച്ചു എന്നുള്ളത് എനിക്ക് തോന്നുന്നത് ഒരുപക്ഷെ ഇന്നത്തെ രാഷ്ട്രീയ സാഹചര്യം, ദേശീയ തലത്തിൽ നിലനിൽക്കുന്ന രാഷ്ട്രീയ സാഹചര്യം, പ്രത്യേകിച്ച് രാഹുൽ ഗാന്ധി ഇന്നലെ 100-ലധികം മിനിറ്റ് എടുത്ത് സംസാരിച്ചു എന്ന് പറയുമ്പോൾ ഇന്ന് നാഷണൽ മീഡിയയിലും മറ്റ് പത്രങ്ങളിലും എല്ലാം രാഹുൽ ഗാന്ധി ഒരു ഹെഡ്ലൈൻ ന്യൂസായി മാറി. വളരെ വ്യത്യസ്തമായ കാരണങ്ങൾ. അദ്ദേഹം ഇതേപോലെ ദീർഘമായ പ്രസംഗങ്ങളൊന്നും പാർലമെന്റിൽ നടത്തിയിട്ടില്ല. ലോക്സഭയിലെ പ്രതിപക്ഷ നേതാവ് എന്ന രീതിയിലുള്ള ആദ്യത്തെ കഞ്ഞി പ്രസംഗമായിരുന്നു ഇന്നലത്തെ. അതിൽ അദ്ദേഹം പല കാര്യങ്ങളും പറയാൻ ശ്രമിച്ചു. അതിൽ പല കാര്യങ്ങളോടും രാഷ്ട്രീയ നിരീക്ഷകർക്ക് പോലും യോജിപ്പും വിയോജിപ്പൊക്കെ ഉണ്ട്. അത് പക്ഷേ അത്യധികമായി നമ്മൾ ഒരു കാര്യം മനസ്സിലാക്കേണ്ടത്, ഇന്നത്തെ ഡിജിറ്റൽ യുഗത്തില്, മീഡിയ യുഗത്തില് ഇത് നമ്മൾ ഒരുപാട് ആൾക്കാർ കാണുന്ന ഒരു വീഡിയോ ആയി മാറുകയല്ലേ. നമ്മൾ ടി വിയിലും ഡിജിറ്റൽ മീഡിയയിലൂടെയൊക്കെ ഒരുപാട് ആൾക്കാർ കാണുന്നു. അപ്പോൾ അവിടെ ഒരു നറേറ്റീവ് ബിൽഡ് ചെയ്യുന്നുണ്ട്. പ്രത്യേകിച്ച് ഇപ്പോൾ ഇന്നലത്തെ തന്നെ ഒരു ഉദാഹരണം എടുക്കാം. നമ്മൾ രാഹുൽ ഗാന്ധി ഹിന്ദുക്കളെ പരാമർശിച്ചു അല്ലെ. ആ പരാമർശിച്ച വീഡിയോ 4 മിനിറ്റ് കാണാം, 30 സെക്കൻഡ് കാണാം, 3 മിനിറ്റ് കാണാം, 10 മിനിറ്റ് കാണാം. ഓരോ വീഡിയോയിലും ദൈർഘ്യം അനുസരിച്ചിട്ട് അത് കാണുന്നവരിൽ ഉണ്ടാക്കുന്ന പ്രതികരണങ്ങൾ വ്യത്യസ്തമായിരിക്കും. അതേപോലെ തന്നെയാണ് ഇന്ന് മോഡിയുടെ പ്രസംഗം. നമ്മൾ അതിനെ ഓരോന്ന് സ്ലൈസ് ചെയ്ത് ഓരോ ഖണ്ഡമായി അതിനെ മുറിച്ച് മാറ്റുകയാണെങ്കിൽ, അത് ഓരോന്നെടുത്ത് കാണുകയാണെങ്കിൽ ഓരോരുത്തർക്കും അതിൽ കാണുന്ന ഓരോരുത്തരും അതിനോട് പ്രതികരിക്കുന്ന പല രീതിയിലായിരിക്കും. അപ്പോൾ ഇതെല്ലാം നമ്മൾ പാർലമെന്റിൽ ഒരുപക്ഷെ നല്ല രീതിയിലുള്ളൊരു ചർച്ച നടക്കുന്നു എന്നുള്ളത് വളരെ സ്വാഗതാർഹമാണ്. കാരണം കഴിഞ്ഞ 2 തവണയും 2 ടൈമിലും ചർച്ചകൾക്ക് പോലും സ്ഥാനം ഉണ്ടായിരുന്നില്ല. ഇപ്രാവശ്യം ചർച്ചകൾ നടക്കുന്നു. ശരിയോ തെറ്റുവോ എന്തോ ആയിക്കോട്ടെ, കണ്ടന്റിലെ വ്യത്യാസങ്ങൾ ഉണ്ടാകും. പക്ഷെ പാർലമെന്റ് എന്ന് പറയുന്നത് ജനാധിപത്യത്തിന്റെ പരവുമായ ഒരു സ്ഥാപനമാണ്. അവിടെ ഡിബേറ്റുകൾ ഉണ്ടാവണം. കണ്ടന്റിനെ സംബന്ധിച്ച് നമ്മൾ പല രീതിയിലും നമ്മളതിനെ വ്യാഖ്യാനിക്കാം. പക്ഷെ എനിക്ക് തോന്നുന്നത് ഒരു പാർലമെന്റിലെ ശബ്ദവും അല്ലെങ്കിൽ ഇപ്പോൾ ഇറങ്ങിപ്പോകുകയൊന്നും ചെയ്തില്ലല്ലോ, അത് തന്നെ ഒരു നല്ലൊരു സൂചനയായിട്ടാണ് എനിക്ക് തോന്നുന്നത്. ഇന്നലെയും ആരും ഇറങ്ങിപ്പോയില്ല, ഇന്നും ആരും ഇറങ്ങിപ്പോയില്ല. അല്ലെങ്കിൽ പ്രസംഗം ശക്തമായി അടിച്ച് അല്ലെങ്കിൽ പ്രതികരിച്ചുകൊണ്ട് അവരെ നിർത്താനുള്ള ശ്രമങ്ങളൊന്നും 2 ഭാഗത്തുനിന്നും ഉണ്ടായിട്ടില്ല. ഇടക്കിടക്ക് ഇന്ററപ്ഷൻസ് ഒക്കെ ഉണ്ടായിട്ടുണ്ട്. അത് പാർലമെന്റ് ജനാധിപത്യത്തിൽ നമുക്ക് പ്രതീക്ഷിക്കാവുന്ന ഒന്നാണ്. പ്രതിപക്ഷ നേതാവായിട്ട് രാഹുൽ ഗാന്ധി വന്നിട്ടുള്ളതിനാൽ തന്നെ അദ്ദേഹത്തിന് ഏത് സമയവും മൈക്ക് കിട്ടുന്നതാണ്. പക്ഷേ ഇന്ന് NDAയുടെ പാർലമെന്ററി പാർട്ടി യോഗത്തിൽ പ്രധാനമന്ത്രി നരേന്ദ്രമോദി ഭരണകക്ഷി അംഗങ്ങൾക്ക് ഒരു നിർദ്ദേശം നൽകിയിരുന്നു. രാഹുൽ ഗാന്ധിയെ പോലെ നിങ്ങൾ ആകരുത് എന്ന്. അദ്ദേഹം ഉദ്ദേശിച്ചത് ഈ സഭാ ചട്ടങ്ങളൊന്നും പാലിക്കാതെ, മര്യാദകൾ പാലിക്കാതെയുള്ള ആളായിരുന്നു രാഹുൽ ഗാന്ധി. അതാണ് ഇന്നലെ കണ്ടത്. അതുപോലെ നിങ്ങളാകരുത് എന്നുള്ള ഉപദേശം അദ്ദേഹം NDAയുടെ അംഗങ്ങൾക്ക് നൽകുകയായിരുന്നു. പക്ഷേ രാഹുൽ ഇന്ന് അങ്ങനെ ഒരു ഇടപെട്ട് സംസാരിക്കുവാനോ അത്തരത്തിലുള്ള കാര്യങ്ങളിലേക്ക് പോലും പോയില്ലല്ലോ. പ്രതിപക്ഷ നേതാവ് എന്ന നിലയിൽ അദ്ദേഹത്തിന് സാധിക്കുമായിരുന്നു. അതിലേക്ക് പോലും പോകാതെ സംയമനത്തിന്റെ ഒരു പാതയിലേക്ക് പോവുകയായിരുന്നു. അത് തന്നെയാണ് എൻ്റെ നമ്മൾ രാഹുൽ ഗാന്ധി എന്നൊരു രാഷ്ട്രീയ നേതാവിന്റെ പുതിയൊരു അധ്യായമാണ് നമ്മളിപ്പോൾ കാണുന്നത്. അത്
ഏത് രീതിയിൽ അത് വളർന്ന് വലുതാവും, ഏത് രീതിയിൽ അദ്ദേഹം ഒരു സ്റ്റേറ്റ്സ്മാൻ ആവും, അല്ലെങ്കിൽ അത് പരാജയമാവുമോ വിജയമാവുമോ എന്നുള്ളതൊന്നും ഏർലി ഡേയ്സ് നമ്മൾ പറയത്തില്ല. ഇവരുടെ തുടക്കം മാത്രമാണ്. ഇനിയും ഒരുപാട് മാസങ്ങളും വർഷങ്ങളും ഒക്കെ ഉണ്ട് ഈ പാർലമെന്റിന്. അപ്പൊ നമുക്ക് വീണ്ടും വീണ്ടും ഇതിനെപ്പറ്റി കാണാനും അദ്ദേഹം എങ്ങനെയാണ് ഒരു മെച്യൂർഡ് ആയിട്ടുള്ള പൊളിറ്റീഷ്യനായി മാറുന്ന, കൂടുതൽ ഒരു പാർലമെന്റേറിയൻ ആയിട്ട്. ഇപ്പൊ പൊതുവെ ഇന്നലെ കണ്ട ഞാനൊരു കമന്റ് പലപ്പോഴും പഴയ നിന്ന് വ്യത്യസ്തം അദ്ദേഹം സംസാരിക്കുന്നു എന്നുള്ളത്. അതിന്റെ കണ്ടന്റിലേക്കൊന്നും ഞാൻ കടക്കുന്നില്ല. പക്ഷെ അദ്ദേഹം സംസാരിക്കുന്നു, ദീർഘമായ പ്രസംഗം ചെയ്യുന്നു, ലോക്സഭാ പ്രതിപക്ഷ നേതാവ് എന്ന നിലയിൽ അദ്ദേഹത്തിന്റെ റോൾ അദ്ദേഹം നിർവഹിക്കാൻ ശ്രമിക്കുന്നു എന്നുള്ളൊരു തോന്നല് എനിക്ക് തോന്നുന്നു ഇന്ത്യയിലെ ജനങ്ങൾക്കിടയിലേക്ക് ഒരു മെസ്സേജ് പോയിട്ടുണ്ട്. അത് മനസ്സിലാക്കുന്ന ഒരു പാർട്ടിയാണ് ഭരണപക്ഷത്തുള്ളത്, അതിനെ മനസ്സിലാക്കുന്ന രാഷ്ട്രീയ നേതൃത്വമാണ് ഭരണപക്ഷത്തുള്ളത്. അപ്പോൾ അവർ ഏത് തരത്തിലും ആ ഒരു ഡെവലപ്മെന്റിനെ എൻകറേജ് ചെയ്യത്തില്ല. കാരണം അവര് രാഷ്ട്രീയത്തിൽ അവര് ഭരണപക്ഷവും പ്രതിപക്ഷവും അല്ലെങ്കിൽ പോരാളികളാണ്, അല്ലെ, ഭിന്നമായ ഐഡിയോളജിയിൽ നിൽക്കുന്ന ആൾക്കാരാണ്. അപ്പൊ രാഹുലിന്റെ ശൈലിയുണ്ട്, മോഡിക്ക് മോഡിയുടെ ശരിയാണ്. മോദി സ്റ്റൈൽ തന്നെയാണ് ഇന്ന് ലോക്സഭയിൽ കണ്ടത്. ആദ്യം പറഞ്ഞ കമന്റ് മോദി പ്രധാനമന്ത്രി നരേന്ദ്രമോദിയിൽ നിന്ന് ഇന്ന് ലോക്സഭയിലെ പ്രസംഗത്തിൽ ഇതിനപ്പുറം ഒരു കാര്യം പ്രതീക്ഷിക്കേണ്ടതില്ല. ശ്രീ